ഹായ് മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. മക്കളെ എല്ലാവരും തമ്മിലേയും കണ്ടു വന്നതായിരിക്കും. 9ാം ക്ലാസ്സിലെ ടൈം ടേബിൾ വന്ന് പണി കിട്ടുമോ അല്ലെങ്കിൽ പണി കിട്ടാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞിട്ടായിരിക്കും മക്കൾ വന്നിരിക്കുക. ഞാൻ ഒരു കാര്യം പറഞ്ഞ മക്കളെ, നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ഇല്ലാണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രാവശ്യത്തെ 9ാം ക്ലാസ്സിലെ എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് കുറയും. ആദ്യം മുതൽ അവസാനം വരെ എന്റെ മക്കൾ കണ്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാനുള്ള ഒരു ഐഡിയ, എങ്ങനെ പഠിക്കുക എന്നുള്ള കൃത്യമായിട്ടൊരു പ്ലാൻ ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. സോ നിങ്ങളെ ഫ്രണ്ട്സും ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാവും. മാക്സിമം ആൾക്കാർക്ക് നിങ്ങൾ ഒന്ന് പോസ്റ്റ് ചെയ്ത് അവർക്കൊക്കെ വേഗം ഷെയർ ചെയ്യുക, എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ 9ാം ക്ലാസ്സിലെ ഓൺ എക്സാമിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷത്തെ ഓൺ എക്സാം സമയത്തൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ച് ഉഷാറായിട്ട് നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര ചാപ്റ്ററുകൾ നിങ്ങൾക്കറിയാം. ഒന്നാമത്തെ ചാപ്റ്റർ ഏകദേശം കുറച്ചറിയാം. ബാക്കിയുള്ള ചാപ്റ്ററുകളുടെ അവസ്ഥ ആലോചിക്ക്, കെമിസ്ട്രിന്റെ അവസ്ഥ ആലോചിക്ക്, മാത്സിന്റെ അവസ്ഥ ആലോചിക്ക്, സോഷ്യൽ എത്ര ചാപ്റ്റർ കഴിഞ്ഞുന്നുണ്ട് മക്കൾക്ക് ഓർമ്മയുണ്ടോ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി പഠിച്ചാൽ കിട്ടുമെന്നൊക്കെ ഒരുപാട് മക്കൾ ആലോചിക്കുന്നുണ്ടാവും. മക്കളെ കിട്ടും. എല്ലാ ക്ലാസ്സുകളും എന്നെ മക്കൾക്ക് കൃത്യമായിട്ട് ഇവിടെ തരാൻ വേണ്ടി പോവാണ്. എങ്ങനെയാന്നല്ലേ ഞാൻ ആദ്യം മുതൽ അവസാനം വരെ മക്കൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. സോ കൃത്യമായിട്ട് എന്നെ മക്കൾ കാണാം. ആദ്യം നിങ്ങൾ മക്കൾ ശ്രദ്ധിക്കുക, ഞാൻ ടൈം ടേബിൾ കൃത്യമായിട്ട് പറയാം. 9ാം ക്ലാസ്സിന് എക്സാം വരുന്ന സമയം നോക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യത്തെ ദിവസം 13ാം തീയതി വ്യാഴാഴ്ച തന്നെ 2 എക്സാമാണ് നിങ്ങൾക്കുള്ളത്. ഒന്ന് നിങ്ങൾ മലയാളം ഫസ്റ്റ് ആണ്, മലയാളം ഫസ്റ്റ്, അല്ലെങ്കിൽ ഉറുദു അറബി ഉണ്ടാവല്ലോ, ലാംഗ്വേജ് ഉണ്ടാവല്ലോ, അത് എന്തുണ്ട് നിങ്ങൾക്ക് രാവിലെ ഉണ്ട്, ഉച്ചയ്ക്ക് ഫിസിക്സ് ഉണ്ട്. ആദ്യത്തെ ദിവസം നിങ്ങൾ ആലോചിക്കുക 2 ഉണ്ട്. പിറ്റേ ദിവസം വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഹിന്ദി ഉണ്ട്, മലയാളം സെക്കൻഡ് ഉണ്ട്, അല്ല മലയാളം ഉണ്ട്. നിങ്ങൾ ആലോചിക്കുക, തിങ്കളാഴ്ച നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ട്, ചൊവ്വാഴ്ച നിങ്ങൾക്ക് ഗണിതം ഉണ്ട്, ബുധനാഴ്ച നിങ്ങൾക്ക് സോഷ്യൽ, വ്യാഴാഴ്ച നിങ്ങൾക്ക് കെമിസ്ട്രി ബയോളജി. ഒരാഴ്ച കൊണ്ട് എല്ലാ ചാപ്റ്ററും നിങ്ങൾ തീർക്കാൻ വേണ്ടി പോവാ. കഴിഞ്ഞ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ നിങ്ങൾ സുഖേനി ഈ ജോഗ്രഫി, ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി 8 എക്സാം ഇനി. ഈ പ്രാവശ്യം പല എക്സാമുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞത് പണി കിട്ടും. പക്ഷെ പണി കിട്ടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, 80 മാർക്കിന്റെ എക്സാമുകൾ എവിടേക്കാ വരുന്നത് നോക്കിക്കോട്ടോ. നിങ്ങൾ വെള്ളിയാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് 80 മാർക്കിൻ്റെതാ. അടുത്തത് മാത്സ്, ചൊവ്വാഴ്ച നിങ്ങൾക്ക് വരുന്നതും ഏതാണ് 80 മാർക്കിന്റെ മാത്സ്. പിന്നെ ബുധനാഴ്ച വരുന്നതാണ് സോഷ്യൽ. അടുപ്പിച്ചാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് 80 മാർക്കിന് വരുന്നത്. അത് കൃത്യമായിട്ട് എന്റെ മക്കള് മുന്നോട്ട് എടുത്തിരിക്കണം. ഇന്ന് 29ാം തീയതിയാണ്. 29ാം തീയതി ഇന്ന് രാത്രി മുതൽ എന്റെ മക്കൾ ഒരുങ്ങുക. കൃത്യമായിട്ട് ലൈവുകൾ ഇനി എന്നും ടൈം ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഏത് ലൈവ് ആണോ കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്ത് വെക്കുക. സ്റ്റഡി പ്ലാൻ വെക്കുന്ന സമയത്ത് സ്റ്റഡി പ്ലാൻ എന്റെ മക്കൾ കൃത്യമായിട്ട് കാണാം. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരും. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കെമിസ്ട്രി ബയോളജിയാണ് വ്യാഴാഴ്ച വരുന്നത്. നിങ്ങൾ ഈ 2 ദിവസം നിങ്ങൾ കെമിസ്ട്രി ബയോളജിയിൽ മാക്സിമം തീർക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റ് 1 മുതൽ 3ാം തീയതി വരെ ഞാൻ പഠിക്കാൻ പറയാ സോഷ്യൽ ആണ്. ഓഗസ്റ്റ് 3ാം തീയതി മുതൽ, അല്ലെങ്കിൽ ഓഗസ്റ്റ് 1ാം തീയതി മുതൽ 4ാം തീയതി എടുത്തോളൂ. അതിനുള്ളിൽ നിങ്ങൾ മാക്സിമം സോഷ്യൽ മൊത്തം തീർക്കണം. നിങ്ങൾ ഏകദേശം ഇവിടേക്ക് എത്തുന്നേക്കാൻ മുന്നേ അത് കൃത്യമായിട്ട് ഞാൻ സ്റ്റഡി പ്ലാൻ വെക്കുന്നുണ്ട്. അതിൽ എങ്ങനെ കൃത്യമായിട്ട് ഏതൊക്കെ പഠിക്കണം പറഞ്ഞുതരും. അതിൽ ഓഗസ്റ്റ് 6ാം തീയതി 7ാം തീയതി ഒക്കെ ആവുന്ന സമയത്ത് ആകുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ അടുത്ത മാത്സ് തീർക്കുക. മാത്സിന് കുറച്ച് ടൈം കൂടുതൽ കൊടുക്കുക. 6, 7, 8, 9 4 ദിവസം നിങ്ങൾ മാത്സിന് എന്തായാലും കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എന്റെ മക്കൾ എന്താ ചെയ്യേണ്ടത്, പിന്നെ എന്ത് ചെയ്യുക, ബാക്കിയുള്ള സബ്ജക്റ്റിന് കൊടുക്കുക. കാരണം ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് വെള്ളിയാഴ്ച കഴിഞ്ഞ 2 ദിവസം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് എന്ത് ചെയ്താൽ അവിടെ വെച്ചത്, ബാക്കിയുള്ള നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ തീർക്കുക. മക്കളെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചോ. കാരണം 8ലൊക്കെ നല്ല മാർക്ക് വാങ്ങിയ ആൾക്കാരാ. നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് 9ാം ക്ലാസ് നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്ററുകളുടെ എണ്ണം, എന്താ അതിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം. അവസ്ഥ എന്തായിക്കോട്ടെ, നമ്മൾ ലാസ്റ്റ് പൊരുതി മാർക്ക് വാങ്ങാറുണ്ട്. ആ പൊരുതൽ നമുക്ക് നേരത്തെ തുടങ്ങാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ പ്ലാനായിട്ട് വന്നത്. പണി കിട്ടുകയാണെങ്കിൽ ഈ രീതിയിൽ പഠിക്കാം. ആദ്യം ഈ 2 ചാപ്റ്റർ ഈ 2 ദിവസം കൊണ്ട് തീർക്കുക. 1ാം തീയതി മുതൽ സോഷ്യൽ തുടങ്ങുക. 4ാം തീയതി സോഷ്യൽ നോക്കട്ടെ. 5 മുതൽ 9 വരെ നിങ്ങൾ എന്ത് ചെയ്യുക, മാത്സ് നോക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്കിയുള്ള സബ്ജക്റ്റിലേക്ക് അടുക്കുക. ക്ലിയർ ആയിക്കോളും, ക്ലിയർ ആൻഡ് കട്ട് ആയിക്കോളും. ക്ലാസ്സുകൾ മൊത്തം ഉണ്ട്. ഇനി നിങ്ങൾ ക്ലാസ് കിട്ടിയാൽ മാത്രമല്ല, നോട്ട് വേണം. അതുപോലെ ഇതിന് ഷോർട്ട് നോട്ട് വേണം, ഇൻസ്റ്റാലേഡ് വേണം. ഇതൊക്കെ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. മക്കളെ ഒന്നും നോക്കണ്ട, വേഗം പോര്. നിഞ്ച ബാച്ച് അവിടെ ക്ലിയർ ആയിട്ട് തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ റെക്കോർഡ്, എല്ലാ ഷോർട്ട് നോട്ട് ഇൻസ്റ്റാൾ ചെയ്യണ്. അതുപോലെ ചിലപ്പോൾ ഹിസ്റ്ററിക്ക് 8-9 പേജ് ഉണ്ടാവും. ആ പേജിൽ എത്രയോ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ആ നോട്ടിന്റെ പകുതി നിങ്ങളിൽ ഉണ്ടാവില്ല. അത് മൊത്തം നിങ്ങൾക്ക് ഷോർട്ടായിട്ട് തരുന്നതാണ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞത്. അതിന് ഷോർട്ടായിട്ടുള്ള മൈൻഡ് മാപ്പ് പറഞ്ഞ സാധനങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് കയ്യിൽ നമ്മൾ തരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മളുടെ ഈ ബാച്ചിൽ നിങ്ങൾക്ക് കൃത്യമായി നൽകുന്നുണ്ട്. അപ്പൊ മക്കളെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇൻഫിനിറ്റി എന്ന ബാച്ച് ജോയിൻ ചെയ്താൽ ഇപ്പൊ തന്നെ വിളിച്ചിട്ട് നമ്പർ അവിടെ 4995 400 800 നമ്പർ ഉണ്ട്. വേഗം വിളിച്ച് ജോയിൻ ചെയ്യാം. ഒരുമിച്ച് തുടങ്ങണം.
ഇനി വേറെ സമയമൊന്നും നോക്കണ്ട. ഇപ്പൊ പഠിച്ച് ഇപ്പൊ നല്ല മാർക്ക് വാങ്ങി കഴിഞ്ഞാൽ ഉണ്ടാവും. ഇനി അഥവാ മാർക്കില്ലെങ്കിൽ പറയും ഓന് 9ാം ക്ലാസ് എത്തിയപ്പോ കളി തുടങ്ങി എന്നുള്ളത്. അത് നമ്മൾ ആരോടും പറയിപ്പിക്കാൻ നിൽക്കണ്ട. നന്നായിട്ട് തുടങ്ങുക, മൂവ് ഓൺ ചെയ്യുക, ഉള്ള ചാപ്റ്റർ കൃത്യമായിട്ട് നോക്കുക. ഞാൻ പറഞ്ഞ മാതിരി മുന്നോട്ട് പോവാം. എന്റെ മക്കൾക്ക് സ്റ്റഡി പ്ലാൻ ആണെങ്കിൽ കമന്റ് ചെയ്തോ, എങ്ങനെയാണെന്നുള്ളതൊക്കെ മക്കൾ കമന്റ് ചെയ്തോ. തുടങ്ങാൻ എന്റെ മക്കൾ റെഡി ആണെങ്കിൽ വി ആർ റെഡി സർ എന്നാ 2 പച്ചക്കൽ വിട്ട് 2 കമന്റ് ഇട്ടേ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്ങനെ പഠിക്കണം ഞാൻ പറഞ്ഞു, അത് അവർക്ക് കാണിച്ചു കൊടുക്കുക. നമ്മൾ മാത്രമല്ല എല്ലാവരും അടിപൊളിയാണ്, നമുക്ക് സെറ്റാക്കി മാറ്റണം. സോ മറക്കണ്ട, ഇനി മുതൽ അപ്ന ടൈം ആയേഗാ, നമുക്ക് തുടങ്ങാം.